അനന്തു, മാർക്കോ, എനിക്കിത് കുറച്ച് പ്രയാസപ്പെട്ടിട്ടായാലും എഴുന്നേക്കാൻ പറ്റിയടാ. എനിക്ക് നടക്കാൻ പറ്റുമെന്നാ തോന്നുന്നേ. നോക്കടാ, എനിക്കിപ്പോ നിൽക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊന്ന് പിടിച്ചേ, പിടിക്കടാ. ഇത് വല്ലാത്തൊരു അത്ഭുതമാണല്ലോ അനന്ത സാറേ. അതെ അതെ, ഇത്ര പെട്ടെന്ന് എനിക്ക് നടക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലടാ. ഇത് ശരിക്കും പറഞ്ഞ അത്ഭുതമല്ല, മഹാത്ഭുത. അതിലുപരി മഹാലക്ഷ്മിയുടെ പ്രാർത്ഥനയാ, പിന്നെ തോമസ് സാറിന്റെയും. ഇത് സത്യമാണോ അതോ വിദ്യയോ? എന്താടാ അത് നടക്കാൻ പാടില്ല, ഒരിക്കലും നടക്കാൻ പാടില്ല. അർദ്ധരാത്രി എഴുന്നേറ്റിട്ട് എന്താ പാടാ നടക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നേ? അച്ഛാ, അവൻ ഒരു കാരണവശാലും ആരുടെയും കൈ പിടിച്ച് നടക്കാൻ പാടില്ല. നീ സ്വപ്നം കണ്ടോടാ? ഞാൻ കണ്ട സ്വപ്നം ഒരിക്കലും സത്യമാവരുത് അച്ഛാ. ഇത് വലിയ കഷ്ടമായല്ലോ. നാളെ അവൻ ഇവിടുന്ന് പോകും. അങ്ങനെ പോകുന്നതിന് മുമ്പ് അവൻ എത്രമാത്രം മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് അറിയണോ അച്ഛാ? നീ മര്യാദ കിടന്ന് ഉറങ്ങാൻ നോക്കണ മേഘ. ഇനിയിപ്പോ കിടന്നാലും ഉറക്കം വരില്ല. മിക്കവാറും നീ ടെൻഷൻ അടിച്ച് ഹാർട്ട് അറ്റാക്ക് വരുമെന്നാ തോന്നുന്നത്. ഇടയ്ക്ക് ഞാൻ കൊളസ്ട്രോൾ ഒക്കെ ചെക്ക് ചെയ്തപ്പോ എല്ലാം വളരെ കൂടുതലാ. എങ്ങനെ കൂടാതിരിക്കും? അതുപോലത്തെ ഓരോരോ സംഭവങ്ങളല്ലേ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്നെ വീൽ ചെയറിൽ ഇരുത്തി തള്ളിക്കൊണ്ടു പോകണ്ട, ഞാൻ വരത്തില്ല. അല്ലെങ്കിൽ തന്നെ ഈ സമയത്ത് അച്ഛനെ തള്ളിക്കൊണ്ട് പോവാൻ പോകണം ഞാൻ. ഇപ്പൊ എല്ലാവരും നല്ല ഉറക്കമായിരിക്കും. എങ്കിലും കണ്ണന്റെ മുറിയിൽ മങ്ങിയ പ്രകാശം കാണും. ആ പ്രകാശത്തില് താക്കോൽ ദ്വാരത്തിലൂടെ നോക്കിയ അവന്റെ കാലിന്റെ ചലനം അറിയാൻ പറ്റും. അത് നീ കുറെ അറിഞ്ഞതല്ലേ, എന്നിട്ട് ഇവിടെ വന്ന് കിടന്ന് കാലിട്ട് കറക്കിയതല്ലേ. എങ്കിലും അതൊന്നും എനിക്ക് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഞാനൊന്ന് പോയിട്ടിടാം, എന്റെ ഒരു മനസ്സമാധാനത്തിന്. ആ മാർക്കോ എങ്ങനെ നിന്നെ കണ്ട പിന്നെ നാളെ കണ്ണം പോയ ശേഷം ആ മുറി കിടക്കാൻ പോകുന്ന നീ ആയിരിക്കും. കരുനാക്കെടുത്ത് വളച്ച് ഈ പരുവായല്ലോ. അപ്പോഴെങ്കിലും ഈ വൃത്തികെട്ട നാവെന്നെടുത്ത് അനക്കാതിരുന്നൂടെ മനുഷ്യ? എടാ നീ എവിടെ പോടാ?